അമ്മ ശ്രീ ഭദ്രകാളിക്ക് പ്രിയപ്പെട്ട വഴിപാടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ശ്രീ ഭദ്രകാളി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ ശ്രീ ഭദ്രകാളിയുടെ അവതാരത്തെപ്പറ്റി പല സങ്കല്പങ്ങളും വിവിധ ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. പാർവതി ദേവിയുടെ മൂർത്തിഭേദമാണ് കാളിയെന്ന് വാമന പുരാണത്തിലും ദേവീ ഭാഗവതത്തിലും പറയുന്നുണ്ട്. കൂടാതെ സതീദേവിയുടെ വിയോഗമറിഞ്ഞ് കോപിഷ്ഠനായ ശിവൻ ജട പറിച്ച് നിലത്തടിച്ചപ്പോൾ വീരഭദ്രനും കാളിയും പിറന്നു എന്നും മറ്റൊരു കഥയുണ്ട്. കൂടാതെ മഹിഷാസുരന്റെ മാറിൽ ചവിട്ടി അവനെ ശൂലം കൊണ്ട് വധിച്ച് രക്തം കുടിച്ച് നാക്ക് നീട്ടി കപാലമാല ധരിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് എല്ലാവരും കാളിയെ സങ്കല്പിക്കുന്നത്. ശക്തി സ്വരൂപിണിയായ ഭദ്രകാളി അമ്മ ദുഷ്ടരെ നശിപ്പിക്കുകയും ആശ്രിതരെ രക്ഷിക്കുകയും ചെയ്യുന്നു. സർവമംഗളങ്ങളുടെയും സ്വരൂപമായ എന്നാണ് ഭദ്ര എന്ന വാക്കിനർത്ഥം. കറുത്ത നിറമുള്ള തമോ ഗുണ പ്രധാനമാണ് എന്നാണ് കാളി എന്ന വാക്കിനർത്ഥം. 3 ലോകങ്ങളിലുമുള്ള അസുര നിഗ്രഹമാണ് ഭദ്രകാളി ഭഗവതിയുടെ അവതാര ദൗത്യം. അശരണരെയും അബലരെയും കുട്ടികളെയും സ്ത്രീകളെയും എപ്പോഴും കാളി ഭഗവതി കാത്തുരക്ഷിക്കും. എല്ലാത്തരം ദുഃഖ ദുരിതങ്ങളും അകറ്റാൻ ഭദ്രകാളി സ്തുതികളും മന്ത്രങ്ങളും വഴിപാടുകളും ഉത്തമമായ പരിഹാരമാണ്. ദേവി സർവമംഗളം നൽകുന്നതാണ്. രോഗദുരിതങ്ങൾ, ദാരിദ്ര്യം, സാമ്പത്തിക വിഷമങ്ങൾ, മറ്റു കഷ്ടപ്പാടുകൾ, ജീവിത പ്രശ്നങ്ങൾ എല്ലാം ശമിക്കാൻ ദേവിയെ ആരാധിച്ചാൽ മാത്രം മതി. ചൊവ്വ, വെള്ളി, അമാവാസി, ഭരണി ദിവസങ്ങളിൽ ദേവി സ്തുതികൾ ജപിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും വളരെ നല്ലതാണ്. ഭദ്രകാളിക്ക് പ്രിയപ്പെട്ട വഴിപാടുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഭദ്രകാളി പ്രീതിക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കാര്യവും ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക എന്നതാണ്. ഓരോ വഴിപാടും എന്തിനു വേണ്ടിയാണെന്ന് നോക്കാം. രക്തപുഷ്പാഞ്ജലി ഫലം ശത്രുദോഷ ശാന്തിയാണ്. 18 വെള്ളിയാഴ്ചകളിൽ ചെയ്യണം. സഹസ്രനാമ പുഷ്പാഞ്ജലി ഇഷ്ടകാര്യ സിദ്ധിക്ക് ഗുണകരമാണ്. 12 വെള്ളിയാഴ്ചയോ 12 ചൊവ്വാഴ്ചയോ വഴിപാട് നടത്തുന്ന ആളിന്റെ നക്ഷത്ര ദിവസമോ വഴിപാട് സമർപ്പിക്കാവുന്നതാണ്. തടസ്സങ്ങളെല്ലാം മാറി കാര്യസിദ്ധി ഉണ്ടാകുന്നതാണ് സഹസ്രനാമ പുഷ്പാഞ്ജലി. അടുത്തത് ദേവിക്ക് കടുംപായസം വഴിപാടാണ്. വിഘ്ന നിവാരണം, ഇഷ്ടകാര്യ സിദ്ധി, ധനാഭിവൃദ്ധി, രോഗശാന്തി എന്നിവയ്ക്കെല്ലാം ഗുണകരമാണ് കടുംപായസം വഴിപാട്. 3 വെള്ളിയാഴ്ചകളിൽ ചെയ്യേണ്ടതുണ്ട്. ദേവിക്ക് കടുംപായസം വഴിപാട് ആഗ്രഹ സാഫല്യത്തിന് വളരെ നല്ലതാണ്. വിഘ്നങ്ങളെല്ലാം അകന്ന് ഇഷ്ടകാര്യ സിദ്ധി, ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ഗുരുതി പുഷ്പാഞ്ജലി പാപശാന്തിക്ക് വേണ്ടിയിട്ടാണ്. 12 വെള്ളിയാഴ്ചകളിൽ ഈ വഴിപാട് നടത്തേണ്ടതുണ്ട്. അടുത്തത് വഴിപാട് ഗുരുതി പൂജയാണ്. ശത്രുസ്തംഭനം, ശത്രുക്കളുടെ നമുക്കെതിരെയായുള്ള പ്രവർത്തനം സ്തംഭിക്കുക, മനഃശാന്തി, ഉദ്യോഗ വിജയം എന്നിവയാണ് ഗുരുതി പൂജ എന്ന വഴിപാടിന്റെ ഫലമായി പറയുന്നത്. 7 വെള്ളിയാഴ്ചകളിൽ ഈ വഴിപാട് നടത്തേണ്ടതുണ്ട്. ശത്രുസ്തംഭനമാണ് ഇതിന്റെ ഫലമായി പറയുന്നത്. അടുത്തത് എണ്ണ അഭിഷേകമാണ്. ത്വക്ക് രോഗശാന്തി, ആരോഗ്യസിദ്ധി, കലഹമാർഗ, ഭാഗ്യം തെളിയുക, രോഗശമനമാണ് എണ്ണ അഭിഷേകത്തിന്റെ ഫലമായി പറയുന്നത്. 7 ചൊവ്വാഴ്ചകളിൽ ഈ വഴിപാട് നടത്തേണ്ടതുണ്ട്. ദേവിക്ക് എണ്ണ അഭിഷേകം വഴിപാട്. അടുത്തത് പട്ടും മാലയും ചാർത്തുക. ചുവന്ന പട്ടും ചുവന്ന പൂവ് കൊണ്ടുള്ള മാലയും സമർപ്പിക്കുക. ഇഷ്ടകാര്യ സിദ്ധിക്ക് ഏറെ ഗുണകരമാണ്. മുൻജന്മ പാപശാന്തിക്കും വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് പട്ടും മാലയും സമർപ്പിക്കുന്നത്. ദേവിക്ക് പട്ടും മാലയും ചാർത്തുന്ന വഴിപാട്. അടുത്തത് പട്ടും താലിയും സമർപ്പിക്കുക. ചുവന്ന പട്ടും സ്വർണ്ണ താലിയും സമർപ്പിക്കുന്ന വഴിപാടാണ്. വിവാഹ തടസ്സം മാറുന്നതിനും പ്രേമസാഫല്യം, ദാമ്പത്യ കലഹം മാറുന്നതിനെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള വഴിപാടാണ് പട്ടും താലിയും സമർപ്പിക്കുന്നത്. ചുവന്ന പട്ടും സ്വർണ്ണ താലിയും ദേവിക്ക് സമർപ്പിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ദേവിക്ക് സമർപ്പിക്കേണ്ട വഴിപാടുകളെ കുറിച്ചും അതിന്റെ ഫലങ്ങളെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ദേവിയുടെ അനുഗ്രഹത്താൽ നല്ല ഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.